ചെയ്യുന്നത്? ഇതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് നേടിയാൽ മതി. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ശ്രീരാമൻ്റെ ഒരു ചോദ്യം. ശ്രീരാമ ഉവാച ഏവം ചേത്തദ്വദ ബ്രഹ്മൻ കാര്യകാരണതാദികഃ കഥം ഭേദഃ കിമായാതഃ കഥം സത്യത്വമാഗതഃ. ഈ രാമൻ വസിഷ്ഠനെ വിടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. വസിഷ്ഠനെ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളെ വിടില്ല എന്ന് തീരുമാനിച്ചുറച്ചതുപോലെയാണ് രാമൻ്റെ പ്രവൃത്തി. അടുത്ത ചോദ്യം ചോദിക്കുന്നു രാമൻ. ഏവം ചെയ്ത്, ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ കാര്യകാരണതാദിക, ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവം നമുക്ക് എവിടെയും കാണാം. ജീവികളിൽ കാണാം, പക്ഷിമൃഗാദികളിൽ, വൃക്ഷലതാദികളിൽ, എല്ലാറ്റിലും ഈ കാര്യകാരണ ഭാവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വന്നതാണ്, ഒന്നിന് ഒരു കാരണമുണ്ട്. ഈ കാര്യകാരണ ബന്ധം പ്രപഞ്ചത്തിൽ എവിടെയും കാണപ്പെടുന്നു. ഈ കാര്യകാരണ വ്യത്യാസം, കാര്യം വേറെ അല്ല, കാരണം വേറെ, കാര്യം വേറെ, ഇങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അച്ഛൻ വേറെ, മകൻ വേറെ. അച്ഛനിൽ നിന്ന് ജനിച്ചയാളാണ് മകൻ അല്ലെങ്കിൽ മകൾ, സമ്മതിച്ചു. പക്ഷേ ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് സ്വന്തമായ ഒരു അസ്തിത്വമുണ്ട്. അച്ഛൻ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ എന്ന് കരുതുന്നു. പക്ഷേ മകളിന് അല്ലെങ്കിൽ ആ മകന് അല്ലെങ്കിൽ മകൾക്ക് തനതായ ഒരു അസ്തിത്വമുണ്ട്. പ്രത്യേകം ശരീരം, പ്രത്യേകം മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം എല്ലാം വേറെ വേറെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛനിൽ നിന്ന് കുട്ടി, സന്താനം ജനിക്കുമ്പോൾ അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അച്ഛൻ അച്ഛനായി തന്നെ നിൽക്കുന്നു. അദ്ദേഹത്തിലൂടെ ഒരു സന്താനം ജനിക്കുന്നു, അത് വളരുന്നു, അത് മറ്റ് സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നു. ഇതാണ് മായ. ഇത് എന്താണ്, എന്തിനാണ്, ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇത് അനാദികാലം മുതൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ല. നമുക്ക് രാമൻ്റെ ചോദ്യം എന്താണെന്ന് നോക്കാം. കാര്യകാരണതാദിക, കാര്യം കാരണം, ഇതിലേതാണ് ആദ്യം എന്ന് ചോദിച്ചാൽ കാരണമാണ് ആദ്യം. കാരണത്തിൽ നിന്ന് ജനിക്കുന്നതാണ് കാര്യം. ഇത് രണ്ടും വ്യത്യസ്തമെന്ന പോലെയാണല്ലോ നമുക്ക് തോന്നുന്നത്. കാരണം തന്നെയാണ് കാര്യമായി മാറുന്നത് എന്നുള്ള കാര്യം എത്ര പേർ മനസ്സിലാക്കുന്നു? കാരണം വേറെ, കാര്യം വേറെ. സ്വർണ്ണാഭരണങ്ങളുടെ കാരണം സ്വർണമാണ്. പക്ഷേ സ്വർണ്ണാഭരണങ്ങളെ കാണുന്ന ആൾ ഇത് സ്വർണത്തിൽ നിന്ന് ജനിച്ചതാണ്, സ്വർണത്തിലെ ഒരു നാമരൂപമാണ് ഇത് എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. ആ നാമരൂപങ്ങളിൽ ഭ്രമിച്ചു പോവുകയാണല്ലോ ചെയ്യുന്നത്. ആഭരണക്കടയിൽ ചെന്നിട്ട് നമ്മൾ ആ ആഭരണങ്ങളുടെ ആകൃതിയും അതിൽ പതിച്ചിട്ടുള്ള കല്ലുകളും ഇതിലൊക്കെയാണ് മനുഷ്യർ മോഹിക്കുന്നത്. എല്ലാം ഒരേ സ്വർണമാണ് എന്ന് വിചാരിക്കുന്നയാൾ ഇങ്ങനെ ഒരു മോഹത്തിന് വശംവദനാവുകയില്ല. നമുക്ക് കാരണത്തെ കണ്ട് ശീലമില്ല. കാര്യത്തിൽ ഭ്രമിക്കുന്നവരാണ് സകല ജീവന്മാരും. കാരണം ബ്രഹ്മമായിരിക്കെ കാര്യരൂപമായ പ്രപഞ്ചത്തെയും പ്രപഞ്ച പദാർത്ഥങ്ങളെയും കണ്ട് മോഹിക്കുന്നവരാണ് ഈ ജീവന്മാർ. ഇതെന്തുകൊണ്ട് എന്നാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമൻ ചോദിക്കുന്നത്. ഈ കാര്യം കാരണം എന്നുള്ള ഭേദം, അതായത് കാരണം വേറെ, കാര്യം വേറെ, ഈ ഒരു ഭേദം എങ്ങനെ ഉണ്ടായി? ബ്രഹ്മം ഏകമാണല്ലോ, അതിൽ കാര്യകാരണ ഭേദം എങ്ങനെ ഉണ്ടായി? കഥം ഭേദ,
ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഭേദം ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. എന്തിനും ഒരു കാരണം വേണം. അപ്പോൾ ഈ ഭേദചിന്ത, ബ്രഹ്മം വേറെ പ്രപഞ്ചം വേറെ എന്നുള്ള ചിന്ത മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് പൊന്തുന്നത്? കിമായാതഃ, എന്താണ് വ്യത്യാസം എന്നാണ് ആദ്യം ചോദിക്കുന്നത്. കാര്യത്തിനും കാരണത്തിനും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉള്ളതുപോലെയാണ് എല്ലാവരും കരുതുന്നത്. അവയ്ക്ക് തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ട് എന്ന് അങ്ങ് അഭിപ്രായപ്പെടുകയാണെങ്കിൽ ഈ വ്യത്യാസം എങ്ങനെ ഉണ്ടായി? കാരണവും കാര്യവും വേറെ വേറെയാണോ? വേറെ വേറെയാണ് എന്നാണ് അങ്ങ് കരുതുന്നതെങ്കിൽ ആ ഭേദത്തിന് എന്താണ് കാരണം? മൂന്നാമത്തെ ചോദ്യം, കഥം സത്യത്വമാഗതഃ, എന്തുകൊണ്ടാണ് കാര്യം സത്യമെന്ന പോലെ കാണപ്പെടുന്നത്? ഇതിനെ ചുരുക്കി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ കാരണമായത്? അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ കാര്യമായി പ്രപഞ്ചം എങ്ങനെയാണ് ഉദ്ഭവിച്ചത്? ഇവയ്ക്ക് തമ്മിൽ എന്താണ് വ്യത്യാസം? ആ വ്യത്യാസം എന്തുകൊണ്ട് സംഭവിച്ചു? ഈ പ്രപഞ്ചം എന്തുകൊണ്ട് മനുഷ്യർക്ക് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഒരൊറ്റ ശ്ലോകത്തിൽ രാമൻ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നത്. വ്യാഖ്യാനം കൂടെ വായിക്കാം. ഏവം ന ആഭാസി ന ച ഭാസനം ഇതി ത്വദുക്തരീത്യ. നേരത്തെ പറഞ്ഞു ന ആഭാസി ന ച ഭാസനം. ഇവിടെ ബ്രഹ്മഭിന്നമായി ഒന്നും തന്നെ വാസ്തവത്തിലില്ല. ബ്രഹ്മഭിന്നമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം മിഥ്യയാണ്. ബ്രഹ്മം മറ്റൊന്നായി ഒരിക്കലും മാറുന്നില്ല. അങ്ങനെ മാറാതെ തന്നെ ബ്രഹ്മത്തിൽ നാനാത്വം കാണപ്പെടുന്നു എന്നങ്ങ് പറഞ്ഞല്ലോ. ഇങ്ങനെ പ്രപഞ്ചം എന്ന ഒന്ന് യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നില്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു. അത് സത്യം എന്ന് അംഗീകരിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമെന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ദ്രഷ്ടൃദൃശ്യ ഉഭയശൂന്യം ചേത് പരമാർത്ഥതത്വം, ദ്രഷ്ടാവും ദൃശ്യവും ഈ ആത്മതത്വത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്നും അങ്ങ് പറഞ്ഞു. ഈ ദൃഷ്ടൃദൃശ്യങ്ങൾ അതായത് കാണുന്നവൻ കാഴ്ച, ഈ ഭേദം ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഈ രണ്ടിനെയും അതിക്രമിച്ച് നിൽക്കുന്ന ഒന്നാണ് ബ്രഹ്മതത്വം എങ്കിൽ ദ്രഷ്ടൃദൃശ്യ ഉഭയശൂന്യം, ഇത് രണ്ടും ബ്രഹ്മത്തിലെ ഭ്രമങ്ങളാണ്. ചേത് പരമാർത്ഥതത്വം, അങ്ങനെയുള്ള ഒന്നാണ് കേവലമായ ഈ ആത്മതത്വം എങ്കിൽ തർഹി കാര്യകാരണതാദിക ഭേദ കഥം, പിന്നെ എന്തുകൊണ്ടാണ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് പ്രപഞ്ചം എന്ന് ഉപനിഷത്തുക്കളും പുരാണങ്ങളുമൊക്കെ പ്രഖ്യാപിക്കുന്നത്? അത് തന്നെയാണിത് എന്ന് പറഞ്ഞാൽ പോരെ? അതല്ലേ സത്യം. പക്ഷേ ബ്രഹ്മത്തിൽ നിന്ന് പൊന്തിയതാണ് ഈ പ്രപഞ്ചം എന്ന് ഭേദം ഉള്ളതുപോലെ അധ്യാത്മശാസ്ത്രം എന്തിനു വിവരിച്ചു? കാര്യം കാരണം ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഈ രണ്ട് വ്യത്യസ്ത പദങ്ങൾ തന്നെ ആവശ്യമില്ലല്ലോ. കാരണം തന്നെയാണ് കാര്യമായി മാറിയിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് വാക്കുകളുടെ ആവശ്യം എന്ത്? എന്തിനാണ് ഇങ്ങനെ രണ്ട് പ്രത്യേക വാക്കുകൾ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത്? കാര്യകാരണതാദികോ ഭേദ കഥം, കാര്യം കാരണം എന്നിങ്ങനെയുള്ള ഭേദം എപ്രകാരം സംഭവിച്ചു? ന ഹ്യദ്രഷ്ടൃകഃ കശ്ചിത് സേദ്ധുമർഹതി കസ്മാദുപാദാനാൻ നിമിത്താദ്വാ ആയാതഃ. പ്രപഞ്ചത്തെ അനുഭവിക്കാത്ത ഒരാൾ, അയാൾക്ക് പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം അനായാസേന മനസ്സിലാകും. പ്രപഞ്ചത്തെ സത്യമെന്നാണ് സകല ജീവന്മാരും അനുഭവിക്കുന്നത്.
അദൃഷ്ടൃക, പ്രപഞ്ചത്തെ കാണാൻ യഥാർത്ഥത്തിൽ ഒരു ജീവനില്ല, ഒരൊറ്റ ജീവനുമില്ല. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ സത്യമായ ഒരു ദ്രഷ്ടാവില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അദ്ദേഹം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കിയേനെ. നമ്മളൊക്കെ പ്രപഞ്ചം ഉണ്ട് എന്നാണ് അറിയുന്നത്. അദൃഷ്ടൃക കശ്ചിത് സേദ്ധുമർഹതി, പ്രപഞ്ചം നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. കസ്മാത് ഉപാദാനാത് നിമിത്താദ്വാ ആയാത, ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തന്നെയാണ് എല്ലാ ജീവന്മാരും അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ഉപാദാന കാരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏത് നിമിത്ത കാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? രണ്ട് കാരണങ്ങളുണ്ട്, ഉപാദാന കാരണം, നിമിത്ത കാരണം. ഉപാദാന കാരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജഡവസ്തുവായിരിക്കും. നമ്മൾ അസംസ്കൃത വസ്തു എന്ന് പറയുന്നില്ലേ? എന്തും നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കാൻ ഒരു അസംസ്കൃത വസ്തു വേണം. അതിനെയാണ് ഉപാദാന കാരണം എന്ന് പറയുന്നത്. ഇനി ഈ അസംസ്കൃത വസ്തു തനിയെ ഉത്പന്നമായി മാറില്ല. ആ അസംസ്കൃത വസ്തുവിനെ ഉപയോഗിച്ച് സചേതനനായ ജീവനുള്ള ഒരാൾ അതിനെ ഉത്പന്നത്തിൻ്റെ രൂപത്തിലാക്കി തീർക്കണം. ഇങ്ങനെ ജഡമായ അസംസ്കൃത വസ്തുവിനെ ഉത്പന്നമാക്കി മാറ്റുന്ന സചേതനനായ ഒരാളെയാണ് നിമിത്ത കാരണം എന്ന് പറയുന്നത്. എപ്പോഴും ഉപാദാന കാരണം ജഡമായിരിക്കും, നിമിത്ത കാരണം സചേതനനും ആയിരിക്കും. ഒരു കുടം നിർമ്മിക്കപ്പെടുമ്പോൾ കുടം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കളിമണ്ണാണ്. കളിമണ്ണാണ് അവിടുത്തെ ഉപാദാന കാരണം. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ സ്വർണ്ണമാണ് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വർണം അവിടുത്തെ ഉപാദാന കാരണം. സ്വർണം തനിയെ ആഭരണങ്ങളായി മാറില്ല, കാരണം അത് ജഡമാണ്. അതിനെ സചേതനനായ ഒരാൾ ആഭരണങ്ങളാക്കി മാറ്റണം. അയാളെയാണ് നമ്മൾ തട്ടാൻ എന്ന് വിളിക്കുന്നത്. അയാൾ ജീവനുള്ള ഒരാളാണ്. ഏത് രീതിയിലുള്ള ആഭരണങ്ങളെ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് അത് നിർമ്മിക്കുന്ന വ്യക്തിയാണ്. അയാൾ മനസ്സിൽ കണ്ട ആ രൂപത്തെ, ആ ആഭരണ രൂപത്തെ, ആ ആഭരണ രൂപത്തിൻ്റെ ആകൃതിയിൽ ഈ സ്വർണത്തെ അയാൾ മാറ്റിയെടുക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഒരു കൊശവനാണ് കുടത്തിൻ്റെ നിർമ്മാണത്തിലെ നിമിത്ത കാരണം. ഇതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഉത്പന്നമാണെങ്കിൽ, ഇതിനൊരു ഉപാദാന കാരണവും നിമിത്ത കാരണവും ഉണ്ടായേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം എന്ത്, നിമിത്ത കാരണം എന്ത്? ഇതുകൂടെ അങ്ങ് പറഞ്ഞു തരണം. കാരണം ഇത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണെന്നാണ് എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്നത്. ഇത് പണ്ടേക്ക് തന്നെ ഇങ്ങനെയാണ് എന്ന് ആരും പറയുന്നില്ല. അങ്ങനെ പറയുന്നവർ വേദാന്തികൾ മാത്രമാണ്. പ്രപഞ്ചം എന്ന ഒന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ഇത് പണ്ടേ ബ്രഹ്മം തന്നെയാണ് എന്ന് തത്വദർശികൾ മാത്രമാണ് പറയുന്നത്. സാധാരണക്കാർ, ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ഈ പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ട് ഉണ്ടായ ഒന്നാണ് എന്ന അഭിപ്രായത്തെ പ്രകടിപ്പിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ ആര്, അല്ലെങ്കിൽ സൃഷ്ടിച്ചവൻ ആര്? അതിനെ തന്നെയാണ് നിമിത്ത കാരണം എന്ത് എന്ന് ചോദിക്കുന്നത്. ഇനി സചേതനനായ ആ നിമിത്ത കാരണം ഈശ്വരൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത്? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അസംസ്കൃത വസ്തു എന്ത്? ഇതിനെയാണ് പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമെന്ത്, നിമിത്ത കാരണമെന്ത് എന്ന് രാമൻ ചോദിക്കുന്നത്. ന ഹ്യദൃഷ്ടൃക കശ്ചിത് സേദ്ധുമർഹതി. പ്രപഞ്ചത്തെ കാണാത്ത ഒരാൾക്ക് പ്രപഞ്ചത്തെ നിഷേധിക്കാൻ ഒരു വിഷമവുമില്ല. പ്രപഞ്ചത്തെ ഉണ്ടെന്നറിയുന്നവർക്ക് ഇത് ഇല്ല എന്ന് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്.
യതി അസത്യയേവേതി ബ്രൂഷേ, വസിഷ്ഠ മഹർഷേ, അങ്ങ് ഈ പ്രപഞ്ചം അസത്യമാണ് എന്നാണ് പറയുന്നതെങ്കിൽ, അസത്യം എന്നുള്ള വാക്കിന് ഒരിക്കലുമില്ലാത്തത് എന്നാണ് അർത്ഥം. അസത്യം ഒരിക്കലും കാണപ്പെടില്ല, അനുഭവപ്പെടില്ല. സത്യം മറ്റൊന്നായി കാണപ്പെടാം, അനുഭവിക്കപ്പെടാം. അങ്ങനെ ഉള്ളതിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുമ്പോഴാണ് അതിനെ മിഥ്യ എന്ന് പറയുന്നത്. അസത്യം അല്ലെങ്കിൽ അസത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അനുഭവപ്പെടില്ല. ഉദാഹരണത്തിന് കുതിരയുടെ കൊമ്പ്, അല്ലെങ്കിൽ മുയലിൻ്റെ കൊമ്പ്, അല്ലെങ്കിൽ മലടിയുടെ മകൻ, ഇവരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുതിരയുടെ കൊമ്പ് എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ടുവരാമോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ എവിടെയെങ്കിലും മുയലിൻ്റെ കൊമ്പോ കുതിരയുടെ കൊമ്പോ കണ്ടിട്ടുണ്ടോ? കാരണം ഈ മുയലിനും കുതിരയ്ക്കും കൊമ്പില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇല്ലാത്ത ഒന്നിനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുക, കാണുക? അതിനെയാണ് അസത്ത് അല്ലെങ്കിൽ അസത്യം എന്ന് പറഞ്ഞാൽ തികച്ചും ഇല്ലാത്തത്, ഭ്രമത്തിലൂടെ പോലും അനുഭവപ്പെടാത്തത്. അതാണ് അസത്ത്. ഭ്രമത്തിലൂടെ അനുഭവിക്കാൻ കഴിയുന്നത് മിഥ്യയാണ്. യഥാർത്ഥത്തിൽ ഉള്ളതേതോ അത് സത്യമാണ്. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്: സത്ത് അല്ലെങ്കിൽ സത്യം, അസത്ത് അഥവാ അസത്യം, ഇല്ലാത്തത്, ഉള്ളതുപോലെ തോന്നുന്നത്, അടുത്ത് ചെന്ന് പരിശോധിച്ചാൽ മറഞ്ഞു പോകുന്നത്, ഇല്ലാതാവുന്നത്. യുക്തി ചിന്ത ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അധിഷ്ഠാനത്തെ കണ്ടെത്തുമ്പോൾ മറഞ്ഞു പോകുന്നതേതോ അതാണ് മിഥ്യ. പക്ഷേ ആ മിഥ്യ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുണ്ട്. അധിഷ്ഠാനത്തെ അറിയാതിരിക്കുമ്പോൾ അധിഷ്ഠാനം മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നു. ആ കാഴ്ചയാണ് മിഥ്യ എന്ന് പറയുന്നത്. എന്നാൽ അത് കാണപ്പെടുന്നുണ്ടല്ലോ. അസത്ത് ഒരിക്കലും അനുഭവപ്പെടില്ല. സ്വപ്നം എന്നുള്ളത് മിഥ്യയാണ്. കാരണം നമ്മൾ അനുഭവിക്കുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും സത്യം എന്ന പോലെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? അങ്ങനെയുള്ളവയെ അസത്ത് അല്ലെങ്കിൽ അസത്യം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പോൾ വസിഷ്ഠ മഹർഷി, അങ്ങ് ഈ പ്രപഞ്ചത്തെ അസത്യം എന്നാണ് പറയുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ തികച്ചും ഇല്ലാത്തത്, അപ്പാടെ ഇല്ലാത്തത്, പൂർണ്ണമായും ഇല്ലാത്ത ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, തർഹി കഥം സത്യത്വമാഗതഃ, തികച്ചും ഇല്ലാത്ത ഒന്ന് എങ്ങനെയാണ് സത്യമെന്ന പോലെ അഥവാ ഉള്ളതുപോലെ അനുഭവപ്പെടുക? ഉള്ളതുപോലെ അനുഭവപ്പെടണമെങ്കിൽ അതിന് ഏതോ ഒരു വിധത്തിലുള്ള ഉണ്മയുണ്ടാവണം. ആ ഉണ്മയാണ് അതിൻ്റെ അധിഷ്ഠാനം എന്ന് പറയും. ഏതോ ഒന്നുണ്ടാവണം, അതാണ് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുക. ഇല്ലാത്തത് കാണപ്പെടുകയില്ല, അനുഭവത്തിൽ തന്നെ പ്രകാശിക്കുകയില്ല. ഒരിക്കലും നമുക്ക് അതിനെ കാണാനോ അനുഭവിക്കാനോ സാധ്യമല്ല. അതിനെയാണ് അസത്യം അല്ലെങ്കിൽ അസത്ത് എന്ന് പറയുന്നത്. പ്രപഞ്ചം നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള ഒന്നല്ലേ? ഒരു വ്യക്തിക്കല്ല, സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഉള്ളതുപോലെ അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സത്യത്വം ഉണ്ടാവണം. പക്ഷേ പ്രപഞ്ചത്തെ മിഥ്യ എന്നാണ് വേദാന്തികൾ, വേദാന്ത ശാസ്ത്രം പറയുന്നത്. ഇപ്പം അങ്ങ് ഈ പ്രപഞ്ചം തികച്ചുമില്ലാത്തതാണ് അല്ലെങ്കിൽ അസത്യമാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നതെങ്കിൽ, തികച്ചും ഇല്ലാത്ത ഒന്ന് ഉള്ളതുപോലെ എങ്ങനെ കാണപ്പെടും? കഥം സത്യത്വമാഗതഃ, ഇതിന് എങ്ങനെയാണ് ഒരു സത്യസ്ഥിതി കൈവന്നിട്ടുള്ളത്? സർവജനാനാം സത്യത്വേന കഥം ഭാതീത്യർത്ഥ, തികച്ചും ഇല്ലാത്തത്, അപ്പാടെ ഇല്ലാത്ത ഒന്നാണ് ഈ പ്രപഞ്ചം എങ്കിൽ എല്ലാവർക്കും ഇത് ഉള്ളതുപോലെ എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? അതിന് കൂടെ അങ്ങ് മറുപടി പറയണം. എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പൂർവികരും ഈ പ്രപഞ്ചത്തെ സത്യം എന്നാണ് അനുഭവിച്ചത്. അവരൊക്കെ മൺമറഞ്ഞു പോയി, അവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളും ഈ പ്രപഞ്ചത്തെ സത്യം എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. നമ്മുടെ സന്തതി പരമ്പരകളും
ഈ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കും, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ കഴിഞ്ഞ തലമുറകളും ഇപ്പോഴുള്ള തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറകളും എല്ലാവരും സത്യം 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 എന്ന് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ എന്താണ് കാരണം? ഇത് അസത്യമായ ഒന്നാണ് എന്നങ്ങ് അഭിപ്രായപ്പെട്ടാൽ അസത്യമായത് അനുഭവത്തിൽ പ്രകാശിക്കില്ല. തികച്ചും ഇല്ലാത്ത ഒന്ന് അതിനെ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് ആ ഒരു വാദഗതി ഉന്നയിക്കേണ്ട. ഇതിന് ഏതോ ഒരു തരത്തിലുള്ള സത്യത്വമുണ്ട്, ഇത് തികച്ചും ഇല്ലാത്തതല്ല. അതെ, ഒന്നുണ്ട്. ഏത് ഭ്രമത്തിനും അധിഷ്ഠാനമായി ഒന്നുണ്ടാവണം. ആ ഒന്ന് മറ്റൊന്നായി തെറ്റിദ്ധരിക്കപ്പെടുന്നതിനെയാണ് മിഥ്യാ ഭ്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ജനങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചം സത്യമായി എന്തുകൊണ്ട് കാണപ്പെടുന്നു? എല്ലാവരും ഇതിനെ എന്തുകൊണ്ടാണ് സത്യം എന്ന് കരുതുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി ഈ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, രാമൻ്റെ ചോദ്യത്തിന് 3 അംശങ്ങളുണ്ട്. 3 ചോദ്യങ്ങളെ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ഈ പ്രപഞ്ചം കാരണമായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് കാണപ്പെടുന്നത്? ഇത് ബ്രഹ്മമാണ് എന്ന് വസിഷ്ഠ മഹർഷി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ കാണുന്നത്. ഇതിനെ ബ്രഹ്മമായി കാണുന്നവർ എത്ര പേരുണ്ട്? എത്ര ആൾക്കാർക്ക് അങ്ങനെ കാണാൻ കഴിയും? ഇത് ബ്രഹ്മഭിന്നമായ ഒന്നായിട്ടാണല്ലോ എല്ലാവരും അറിയുന്നത്. ഇതൊക്കെ ബ്രഹ്മമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ ബ്രഹ്മജ്ഞാനികളായി മാറിയേനെ. പക്ഷേ ബ്രഹ്മമാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നമുക്കതിനെ ബ്രഹ്മമെന്ന് കാണാൻ പറ്റുന്നില്ല? ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ ബ്രഹ്മം എന്ന് എന്തുകൊണ്ട് മനുഷ്യർ അറിയുന്നില്ല? അതൊരു ചോദ്യം. ഇത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടാൻ എന്താണ് കാരണം? അതായത് ബ്രഹ്മഭിന്നമായ ഒരു ജഗത്ത് ജീവന്മാരുടെ അനുഭവത്തിൽ പ്രകാശിക്കാൻ എന്താണ് കാരണം? മൂന്നാമത്തെ ചോദ്യം, ഇതെന്തുകൊണ്ട് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു? അങ്ങ് പറയുന്നു ഇത് മിഥ്യയാണ്. വേദാന്ത ശാസ്ത്രം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു ഈ പ്രപഞ്ചം മിഥ്യ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇതിനെ ഉള്ളതുപോലെയാണല്ലോ അനുഭവിക്കുന്നത്. ഇതിനെങ്ങനെയാണ് ഒരു സത്യത്വം കൈവന്നത്? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് രാമൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ളത്. വസിഷ്ഠ മഹർഷി മറുപടി പറയുന്നു. ചിത്പ്രകാശോ യഥാ ശ്രീ വസിഷ്ഠ ഉവാച ചിത്പ്രകാശോ യഥാഭാനം യഥാ ഭാവയതി സ്വയം സ്വാത്മാ തഥാ തദേവാശു പശ്യസീത്യസി ദൃഷ്ടവാൻ. രാമ, നിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ചിത് പ്രകാശം അത് അനുഭവം സ്വരൂപമായിട്ടുള്ള ഒന്നാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ചിന്മയമാണ്. എന്ന് പറഞ്ഞാൽ അനുഭവം, കട്ടിപിടിച്ച അനുഭവം, കേവലമായ അനുഭവം, അതാണ് ചിത്തിൻ്റെ സ്വരൂപം. അനുഭവം എന്നുള്ളത് ചിത്താകുന്ന രത്നത്തിൻ്റെ പ്രകാശമാണ്. എങ്ങനെയാണോ രത്നവും രത്നത്തിൻ്റെ പ്രകാശവും ഒന്നായിരിക്കുന്നത്, രത്നത്തിൻ്റെയാണ് പ്രഭ, രത്നത്തിന് ചുറ്റും രത്നപ്രഭയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ആ പ്രകാശം രത്നത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ പ്രകാശം ഒരിക്കലും രത്നത്തിൽ നിന്ന് വേറിട്ട് സ്ഥിതി ചെയ്യുന്നില്ല. ഇതുപോലെ ചിത്തിൻ്റെ ഒരു പ്രകാശമാണ് പ്രപഞ്ചം. അതായത് അത് ചിത്തിൽ നിന്നും വ്യത്യസ്തമല്ല, വിഭിന്നമല്ല എന്നർത്ഥം. ചിത് പ്രകാശോ യഥാഭാനം യഥാ ഭാവയതി സ്വയം. ഈ ചിത്ത് സ്വയം തന്നെ പ്രപഞ്ചം എന്ന് കാണുന്നു. തന്നിൽ ഒരു പ്രപഞ്ചമുണ്ടെന്ന് ഈ ചിത്ത് ഒരു കാരണവുമില്ലാതെ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ചിത്തിൽ
പൊന്തിയത് എന്ന് പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ ഫലമാണ്. ഈ നിർവചനങ്ങളോ ഈ വിശദീകരണങ്ങളൊന്നും യഥാർത്ഥത്തിൽ സത്യമല്ല. ഒരു ചോദ്യത്തിന് മറുപടി പറയണം. ചിത്ത് സ്വയം തന്നെ പ്രപഞ്ചം എന്ന് സങ്കല്പിച്ചു എന്ന് വസിഷ്ഠ മഹർഷി പറയുമ്പോൾ സങ്കല്പിക്കാൻ മനസ്സ് വേണ്ടേ? ചിത്ത് എന്ന് പറയുന്നത് മനസ്സിനെ അതിവർത്തിച്ച് ഇരിക്കുന്ന ഒരു തത്വമല്ലേ. അപ്പോൾ ഈ വിശദീകരണം എങ്ങനെ യോജിക്കും? ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയണം എന്നുള്ളത് കൊണ്ട് പറയുന്നു. അതായത് ചിത്തിൽ നിന്ന് അന്യമല്ല ഈ പ്രപഞ്ചം. ചിത്ത് തന്നിൽ തന്നെ പ്രപഞ്ചത്തെ ഉള്ളതുപോലെ കാണാൻ ആരംഭിച്ചു. അങ്ങനെയാണ് പ്രപഞ്ചം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത്. യഥാ ഭാവയതി സ്വയം, തൻ്റെ ഉള്ളിൽ പ്രപഞ്ചം എന്ന ഒന്നുണ്ട് എന്ന് അനുഭവസ്വരൂപമായ ബ്രഹ്മം കാണാൻ തുടങ്ങി. എന്തിനെന്നൊന്നും ചോദിക്കരുത്. തൻ്റെ ഉള്ളിൽ പ്രപഞ്ചം എന്നൊന്നുണ്ട് എന്ന് ചിത്ത് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അത് തന്നെ പ്രപഞ്ചമായി മാറി. ഈ പ്രപഞ്ചത്തെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. തൻ്റെ ഉള്ളിൽ ഒരു പ്രപഞ്ചത്തെ ഉണ്ട് എന്ന് ചിത്ത് ഭാവന ചെയ്തപ്പോൾ ഈ ചിത്ത് തന്നെ പ്രപഞ്ചമായി തീർന്നു. സ്വാത്മാ തഥാ തദേവാശു പശ്യസി ഇത്യസി ദൃഷ്ടവാൻ. ആത്മാവ് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു രാമ. നിനക്ക് ആ കാര്യം ഏതാണ്ട് പിടികിട്ടിയിട്ടുള്ളതുമാണ്. പിന്നെയും നീ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ബ്രഹ്മമാണ് പ്രപഞ്ചമായി പരിലസിക്കുന്നത്. തത്ര പ്രഥമ പ്രശ്നസ്യ ഉത്തരമാഹ. രാമൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി പറയുകയാണ്. കഥം ഭേദഃ, എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ബ്രഹ്മഭിന്നമായ ഒരു ജഗത്ത് പ്രത്യക്ഷപ്പെട്ടത്? അതിൻ്റെ മറുപടിയാണ് ആദ്യം പറയുന്നത്. ചിത് പ്രകാശ ഇതി വസ്തുതഃ സ്വാത്മാഭി ചിത് പ്രകാശ ഈശ്വരഃ. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈശ്വരൻ ചിത്തിൻ്റെ ഒരു പ്രകാശമാണ്. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയും ജീവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനുമായ ആ സർവേശ്വരൻ ചിത്തിൻ്റെ ഒരു പ്രകാശമാണ്. അദ്ദേഹം പോലും ചിത്തിൽ പൊന്തിയ ഒരു തത്വമാണ്. ചിത് പ്രകാശ ഈശ്വര. ചിത്തിൻ്റെ പ്രകാശം തന്നെയാണ് ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വയം യഥാഭാനം യഥാ പ്രാണികാമ കർമ്മ വാസനോദ്ബോധം യഥാ സത്യസങ്കല്പതയാ ഭാവയതി തത് തഥാ ത്വം തഥൈവ ആശു പശ്യസി. ഈ ജഗതീശ്വരൻ എന്താണോ സങ്കല്പിക്കുന്നത്, ജഗതീശ്വരൻ ചിത് പ്രകാശം തന്നെയാണ്. ചിത്ത് നേരിട്ട് പ്രപഞ്ച സൃഷ്ടിയിൽ പങ്കെടുക്കുന്നില്ല. കാരണം അതിൽ ദ്വൈതം എന്നുള്ളത് സാധ്യമല്ല. ഈ ചിത്തിൻ്റെ ഒരു പ്രകടനമാണ് ജഗതീശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഈശ്വരൻ സ്വയം എന്ന് പറഞ്ഞാൽ പരപ്രേരണയില്ലാതെ യഥാ പ്രാണി കാമ കർമ്മ വാസനോദ്ബോധം, ഓരോ ജീവന്മാരുടെയും ആഗ്രഹം, കർമ്മം, വാസന ഇവയ്ക്കനുസൃതമായി അതാത് ജീവികൾക്ക് ലോകാനുഭവത്തെ ഉണ്ടാക്കി തീർക്കുന്നു. ആ ജീവന്മാരുടെ അനുഭവത്തിന് വേണ്ടിയാണ് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. എന്തിനാണ് ജീവന്മാർക്ക് ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിൽ കർമ്മവാസനകളുണ്ട്, കാമമുണ്ട്, പലതിനെയും അനുഭവിക്കണം, കാണണം, തിന്നണം, കുടിക്കണം, രസിക്കണം, പലതും നേടണം. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ജീവന്മാരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ആ ജീവന്മാരുടെ കാമത്തിനും കർമ്മവാസനകൾക്കും അനുസൃതമായി സത്യസങ്കൽപ്പനായ ഈശ്വരൻ പ്രപഞ്ചത്തെ
ഉള്ളതുപോലെ ആക്കി തീർക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിക്കാൻ മറന്നു പോകുന്നു. ഈ ജീവന്മാർക്ക് വേണ്ടിയാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്ന് പറഞ്ഞല്ലോ. ഈ ജീവന്മാർ എവിടെ നിന്ന് വന്നു? ജീവന്മാർക്ക് വേണ്ടിയാണ്, തനിക്ക് വേണ്ടിയല്ല. തനിക്ക് രസിക്കാനോ ആസ്വദിക്കാനോ വേണ്ടിയല്ല ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയത്. ജീവന്മാർക്ക് വേണ്ടിയാണ്. ഈ ജീവന്മാർ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഈ ജീവന്മാരും ഈശ്വരനെ പോലെ ചിത്തിൽ നിന്ന് പൊന്തിയവരാണ്. ചിദംശങ്ങളാണ് ജീവന്മാർ. ഇപ്പോൾ ഒരേ ചിത്തെന്ന അധിഷ്ഠാനത്തിൽ നിന്നും പൊന്തിയ രണ്ടു പേരാണ് ഈശ്വരനും ജീവനും. അതിൽ ഈശ്വരൻ ശ്രേഷ്ഠനും ആരാധ്യനുമായി തീരുന്നു. ജീവന്മാർ ദുഃഖിക്കാനും പുനർജനിക്കാനും പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാനും വേണ്ടി ജനിക്കുന്നു. അതുകൊണ്ട് ജീവൻ അല്പൻ, ഈശ്വരൻ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ജീവന്മാർ ഈശ്വരനെ ആരാധിക്കേണ്ടതാണ്. ജീവന്മാരാൽ ആരാധിക്കപ്പെടേണ്ടവൻ തന്നെയാണ് ഈശ്വരൻ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്, ഈ ഈശ്വരനും ജീവനും രണ്ടും ഒരേ ചിത്തെന്ന അധിഷ്ഠാനത്തിൽ നിന്ന് പൊന്തിയ രണ്ട് തത്വങ്ങളാണ്. ജീവന്മാരെ നിയന്ത്രിക്കാനും അവരെ നേർവഴിക്ക് നടത്താനുമുള്ള ശക്തി ഈശ്വരനുണ്ട്. ഈശ്വരനെ നിയന്ത്രിക്കാനോ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാനോ ഉള്ള ശക്തി ജീവന്മാർക്കില്ല. ഇതാണ് ജീവനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് വീണ്ടും ഈ ഈശ്വരൻ എന്നുള്ള ഭാവം എന്തിന് ചിത്തിൽ നിന്ന് പൊന്തി? കോടിക്കണക്കിന് ജീവഭാവങ്ങൾ എന്തിനാണ് ഈ ചൈതന്യത്തിൽ നിന്നും ഉദിച്ചത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അതായത് ഈശ്വരനും ജീവനും ചിത്തിൽ നിന്ന് എന്തിനു പൊന്തി? അങ്ങനെ പൊന്തിയ ജീവന്മാർക്ക് വേണ്ടിയാണല്ലോ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ഈ രണ്ടും എന്തിനു പൊന്തി? ഈശ്വരൻ സനാതനനാണ്, ശാശ്വതനാണ്. ജീവൻ പല പ്രാവശ്യം മരിക്കുന്നവനാണ്. ഈശ്വരൻ അമരനാണ്. ഓരോ പ്രാവശ്യവും ജനിച്ച് മരിക്കുന്നത് ജീവനാണ്. ജനനം എന്ന് പറയുന്നത് ഒരു ശരീരത്തെ അംഗീകരിക്കലാണ്. ഒരു ശരീരത്തെ സ്വീകരിക്കുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് മരണവും. ഈ ശരീര സ്വീകാരവും ശരീരത്യാഗവും അത് ജീവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഈ രണ്ടും. ഈശ്വരൻ ശരീരത്തെ സ്വീകരിക്കുന്നുമില്ല, ശരീരത്തെ ഉപേക്ഷിക്കുന്നുമില്ല. പക്ഷേ ജീവന്മാരുടെ കർമ്മ വാസനകൾക്കനുസരിച്ച്, ജീവന്മാർ ചെയ്ത പുണ്യപാപങ്ങൾക്കനുസരിച്ച് ജീവന്മാർക്ക് അതാത് ശരീരത്തെ നൽകുന്നത് ഈശ്വരനാണ്. ഗർഭകോശത്തിൽ ഏതൊരു സ്ത്രീയുടെയും അതുപോലെ പെൺവർഗത്തിൽപ്പെട്ട ഏതൊരു ജീവിയുടെയും ഉള്ളിൽ ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്നത് ഈശ്വരനാണ്. അതിൽ ആ സ്ത്രീക്ക് ഒരു പങ്കുമില്ല. തൻ്റെ കുഞ്ഞ് ഏത് നിറത്തോടു കൂടിയത് ആയിരിക്കണം, അതിന് അംഗവൈകല്യങ്ങൾ ഉണ്ടായിരിക്കുമോ ഇല്ലയോ, അങ്ങനെ നമ്മുടെ ചോയ്സിനനുസരിച്ച് കടയിൽ ചെന്ന് നമ്മൾ തുണി വാങ്ങിക്കുന്നത് പോലെ, ഡ്രസ്സ് വാങ്ങിക്കുന്നത് പോലെ തൻ്റെ കുഞ്ഞിൻ്റെ ആകൃതിയെയോ സ്വഭാവത്തെയോ തീരുമാനിക്കാൻ ഒരു മാതാവിനും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ബിൻ ലാദനെ പോലെയുള്ള ദുഷ്ടന്മാർ ഈ ലോകത്ത് ജനിക്കുമായിരുന്നില്ലല്ലോ. നല്ല കുഞ്ഞിനെ എന്തുകൊണ്ട് മാതാക്കൾ പ്രസവിക്കുന്നില്ല? നല്ല കുഞ്ഞ്, ചീത്ത കുഞ്ഞ്, ഇതൊന്നും മാതാപിതാക്കളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യാഭർത്താക്കന്മാർ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ജനിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ. ഇപ്പം ആ കുഞ്ഞ് എങ്ങനെ വേണം? തന്തയെ കൊല്ലിയാവണോ, തന്തയെ തല്ലിയാവണോ, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ ഉപകാരം ചെയ്യുന്ന ഒരു മഹാത്മാവായി തീരണോ? ഇതൊന്നും അച്ഛനും അമ്മയ്ക്കും തീരുമാനിക്കാൻ പറ്റില്ല. അതൊക്കെ ഈശ്വരൻ അധീനം. നിങ്ങൾ ഈശ്വരൻ്റെ കയ്യിലെ ഒരു കരു മാത്രമാണ്.
നിങ്ങളാകുന്ന കരുക്കളെ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയും കൂടെ ചേർത്താണ് പറയുന്നത്, നമ്മളാകുന്ന ജീവന്മാരാകുന്ന കരുക്കളെ വെച്ച് കളിക്കുന്നവനാണ് ജഗദീശ്വരൻ. അപ്പോൾ അദ്ദേഹം ഇത്രയും ക്രൂരനാണല്ലേ, നമ്മളെയൊക്കെ കരുക്കളെപ്പോലെ ഉപയോഗിച്ച് നമ്മൾ ദുഃഖിക്കുന്നത് കണ്ട് രസിക്കുന്ന ഒരാളാണല്ലേ ഈശ്വരൻ? ഒരിക്കലുമല്ല. അദ്ദേഹത്തെക്കാളും കാരുണ്യമുള്ള മറ്റാരും ഇവിടെയില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ദുഃഖിക്കുന്നു? ഞങ്ങളെ എന്തുകൊണ്ട് ദൈവം രക്ഷിക്കുന്നില്ല? അത് നമ്മുടെ കയ്യിലിരിപ്പ്. നാം ചെയ്ത പാപകർമ്മങ്ങളാണ് നാം ദുഃഖിക്കാൻ കാരണം. എല്ലാവരും ദുഃഖിക്കുന്നില്ലല്ലോ. ദുഃഖം എന്നുള്ളത് ഈ ഭൂമുഖത്ത് ജനിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചേ പറ്റൂ. കാരണം കർമ്മവാസനയാണ് ജന്മത്തിന് കാരണം. ഇപ്പോൾ ചിലർ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ദുഃഖം അനുഭവിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ജീവൻ്റെ കർമ്മങ്ങൾ, പാപകർമ്മങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയത്. അവൻ സ്വസ്ഥതയില്ലാതെ പലതരത്തിലുള്ള ദുഃഖങ്ങൾക്കും വിധേയനാകുന്നു. അതെന്തുകൊണ്ട്? അവൻ്റെ പ്രാരബ്ധം. അവൻ അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്തത്. വേറൊരാൾ എന്തുകൊണ്ട് സുഖമായി ജീവിക്കുന്നു? ഇവിടെ അവൻ പുണ്യം ചെയ്തിട്ടുണ്ട്. ഇതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. അതാത് ജീവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഫലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഈശ്വരൻ. നിങ്ങൾ ഒരു കുറ്റവാളിയെ ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ജഡ്ജിയെ നിഷ്ഠുരൻ എന്ന് പറയാറുണ്ടോ? അയാളെ കണ്ണിച്ചോരയില്ലാത്തവനാണ്. ഒരാളെ കൊല്ലാൻ ഉത്തരവിടുന്നു. അവൻ കുറ്റവാളിയാണ്, ആ കുറ്റത്തിനുള്ള ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഒരു ന്യായാധിപൻ്റെ ധർമ്മം. അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നു. നിങ്ങളതിനെ നിഷ്ഠുരത എന്നോ നിർദ്ദയത്വം എന്നോ മുദ്ര കുത്തിയാൽ നിങ്ങളുടെ അജ്ഞതയെയാണ് അത് വെളിപ്പെടുത്തുന്നത്. ഈശ്വരൻ ആരെയും സുഖിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല, ദുഃഖിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. ജീവന്മാർ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണം അവരവർ ചെയ്ത കർമ്മങ്ങളാണ്. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കൂ. പുണ്യം ചെയ്തില്ലെങ്കിലും ദോഷമില്ല, പാപം ചെയ്യാതിരിക്കൂ, പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. ഇങ്ങനെ ജീവികളുടെ അല്ലെങ്കിൽ ജീവന്മാരുടെ കാമങ്ങൾക്കും കർമ്മവാസനകൾക്കും അനുസരിച്ചാണ് സത്യസങ്കല്പനായ ഈശ്വരൻ ജീവന്മാർക്ക് അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നത്. തത്തഥാ ത്വം തഥൈവാശു പശ്യസി. ഇങ്ങനെ നിന്റെ വാസനകൾക്കനുസരിച്ച് ഈശ്വരൻ നിനക്കൊരു പ്രപഞ്ചാനുഭവത്തെ തരുന്നു. നീ അതിനെ മാത്രം അനുഭവിക്കുന്നു. നമ്മുടെ പ്രപഞ്ചാനുഭവങ്ങൾക്ക് കാരണം ഈശ്വരനാണ്. ഈശ്വരനില്ലാതെ ജീവന്മാർക്ക് പ്രപഞ്ചത്തെ അനുഭവിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. പ്രപഞ്ചാനുഭവം പോലും ഈശ്വരാനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നു. ത്വദാത്മനാച സയേവ ഇതി. രാമ, നിനക്ക് പ്രപഞ്ചാനുഭവത്തെ തരുന്നവൻ മാത്രമല്ല ഈശ്വരൻ, നീയായി പ്രകടമായിരിക്കുന്നത് ആ ഈശ്വരനാണ്. ഇതിൽ കൂടുതൽ എന്തു പറയാൻ? ഈശ്വരനാണ് ജീവന്മാരായി പ്രകടമായിരിക്കുന്നത്. ഈ ജീവന്മാർക്ക് അല്ലെങ്കിൽ ജീവന്മാരായി മാറിയ തനിക്ക് പ്രപഞ്ചാനുഭവത്തെ ഉണ്ടാക്കി തീർക്കുന്നതും ഇതേ ഈശ്വരനാണ്. കുഞ്ഞെ, നീ അവനാണ്. അതാണ് എന്ന് പറഞ്ഞാലും അവനാണ് എന്ന് പറഞ്ഞാലും അവളാണ് എന്ന് പറഞ്ഞാലും എല്ലാം ശരിയാ. കാരണം ഈശ്വരനിൽ അവൻ അവൾ അത് എന്ന ലിംഗവ്യത്യാസം ഇല്ല. അതൊരു തത്വമാണ്, അത് ചൈതന്യത്തിലെ ഒരു പ്രകടനമാണ്. അതിനെ ആണെന്നോ പെണ്ണെന്നോ നപുംസകമെന്നോ വേർതിരിക്കേണ്ട കാര്യമില്ല. കുഞ്ഞെ, ത്വദാത്മനാച സയേവ ഇതി, നീയായി തീർന്നിരിക്കുന്നത് ആ ഈശ്വരനാണ്. ഇതി പ്രാഗുക്തം, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദ്രഷ്ടൃദൃശ്യഭാവം അനുഭൂതവാൻ, ആ ജീവനായി തന്നെ പ്രകടമാക്കിയ ഈശ്വരനാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുകയും ചെയ്യുന്നത്. തേന അസ്യ സിദ്ധിരിത്യർത്ഥഃ. ഇതെങ്ങനെ ഈശ്വരന് സാധിക്കുന്നു? ഈശ്വരൻ തൻ്റെ ഈശ്വരത്വത്തെ കൈവിടാതെ അനേക കോടി ജീവന്മാരായും
ആ ജീവന്മാർക്ക് അനുഭവിക്കാനുള്ള പ്രപഞ്ചമായും എങ്ങനെയാണ് ഈ ഭഗവാൻ മാറുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അതാണ് അദ്ദേഹത്തെ മഹാൻ, സർവജ്ഞൻ, സർവശക്തൻ എന്നൊക്കെ വിളിക്കാൻ കാരണം. അത് ദൈവത്തിന് സ്വതവേ സിദ്ധിച്ചിട്ടുള്ള ഒരു കഴിവാണ്. അത് ഭഗവാന്റെ ഒരു മഹത്വമാണ്. അല്ലാതെ ഈ കഴിവ് അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി, ആരാണ് അദ്ദേഹത്തിന് ഈ കഴിവ് കൊടുത്തത്, ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ കഴിവുകളുള്ള തത്വത്തെയാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ നിഷേധിക്കാതിരിക്കുകയാണ് ഓരോ ജീവനും ചെയ്യേണ്ടത്. തൻ്റെ സൃഷ്ടികർത്താവിനെ എങ്ങനെയാണ് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റുക? സൃഷ്ടിയുടെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ സൃഷ്ടികർത്താവിനെ അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ സൃഷ്ടിയുടെ ഭാഗമാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ, ജനിച്ചവരാണ് നമ്മൾ. അപ്പോൾ നമ്മെ ജനിപ്പിച്ച ഒരു ജനകൻ ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. സ്വാത്മാ തഥാ തദേവാശു പശ്യസീത്യസി ദൃഷ്ടവാൻ. നീ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈശ്വരനാണ്. ആ ഈശ്വരൻ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ്. അതുകൊണ്ട് നീ ബ്രഹ്മമാണ്. എല്ലാം പ്രകടനങ്ങളിലുള്ള വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഖരരൂപത്തിലുള്ള ഐസാണ് ഉരുകി ദ്രവരൂപത്തിലുള്ള ജലമായി തീരുന്നത്. ഈ ദ്രവരൂപത്തിലുള്ള ജലമാണ് ചൂടാക്കപ്പെടുമ്പോൾ നീരാവിയായി മാറുന്നത്. ഇപ്പോൾ ഇങ്ങനെ 3 ഭാവങ്ങൾ, 3 പ്രകടനങ്ങൾ ഒരേ വസ്തുവിൻ്റെ തന്നെയാണ്. അതുപോലെ ജീവന്മാരായും ഈശ്വരനായും ജഗത്തായും കാണപ്പെടുന്നത് ഒരേ ഈശ്വരതത്വമാണ്. അതിന് ഈശ്വരൻ എന്നല്ല വേദാന്തം പറയുന്നത്, ബ്രഹ്മം, പരമാത്മാവ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭക്തന്മാരുടെ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ മായയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മം. അതായത് സൃഷ്ടിസ്ഥിതി സംഹാര കൃത്യങ്ങൾ നടത്തുന്ന ബ്രഹ്മമാണ് ഈശ്വരൻ. മായയുമായി ബന്ധപ്പെടുത്തിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും ഇല്ലാത്ത പ്രപഞ്ചാധിവർത്തിയായ ഒരു സത്യമുണ്ട്. അതിനെയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ആ ബ്രഹ്മം തന്നെയാണ് ഈശ്വരനായി പ്രകടമാകുന്നത്. ഇപ്പം നിങ്ങൾ ഈശ്വരനെന്ന് പറഞ്ഞാലും ബ്രഹ്മമെന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അടുത്ത ശ്ലോകം എടുത്താൽ തീരില്ല. അതുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തോടു കൂടി നിർത്താം. രാമൻ്റെ ഓരോ ചോദ്യത്തിനായിട്ട് വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ കടന്നു